ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് വെളുത്ത കടലയുടെ കറിയാണ്. അതിന് കാബൂളി ചന എന്നും പറയും. അതിന് വേണ്ടിയ സാധനങ്ങൾ ഞാൻ 2 വലിയ സവോള ചോപ്പറിനകത്ത് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വലിയ ടൊമാറ്റോ പ്യൂരിയാക്കി വെച്ചിട്ടുണ്ട്. 1.5 സ്പൂൺ മുളക് പൊടി, 2 സ്പൂൺ മല്ലിപ്പൊടി, ഇഞ്ചി ഉള്ളിയും ഞാൻ പേസ്റ്റാക്കി വെച്ചിരിക്കുകയാണ്, അതൊരു 2 സ്പൂണ്. പിന്നെ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇച്ചിരി മുഴുവനും മസാല നമ്മൾ ഇതിനകത്ത് എണ്ണയ്ക്കകത്ത് ആദ്യം മൂപ്പിക്കും. 2 സ്പൂണ് ഓയിൽ. ഇനി ഞാനിത് ഉണ്ടാക്കാൻ പോവുകയാണ്. ആദ്യം നമ്മൾ ഈ ചൂടായിരിക്കുന്ന പാനിനകത്ത് 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ചൂടായി ഞാൻ ഇച്ചിരി കടുക് ഇടുകയാണ്. കടുക് പൊട്ടി കഴിഞ്ഞിട്ട് നമ്മൾ ഈ മൊത്തത്തോടെ ഞാനൊരു 3 ഏലക്കായും 3 ഗ്രാമ്പും 1 കഷ്ണം കറുവാപ്പട്ടയും 2 തച്ചോലും എടുത്തിട്ടുണ്ട്. ഈ വെളുത്ത കടലയ്ക്കകത്ത് നമ്മൾ ഈ മൊത്തം മസാല ഇടുമ്പം അത് എണ്ണയ്ക്കകത്ത് മൂത്ത് കഴിയുമ്പോൾ നല്ലൊരു ടേസ്റ്റ് വരും. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഞാൻ ഈ മൊത്തം മസാല ഇതിനകത്ത് ഇടാൻ പോവുകയാണ്. ഇനി ഞാനിവിടെ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളിയാണ് ഇടുന്നത്. ഈ ഉള്ളി ഒരുമാതിരി നല്ലപോലെ വഴന്ന് വരുന്നവരെ ഉള്ളി നമ്മൾ വഴക്കണം, ഒരു ഇളം ബ്രൗൺ നിറമാകുന്നവരെ. ഇതിൻ്റെ കൂടത്തിൽ തന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും അരച്ച് വെച്ചിരിക്കുന്നതും കൂടെ ഉള്ളിയുടെ കൂടത്തിയിട്ട് ഇളക്കി കൊടുക്കുക. അതൊന്ന് ചെറിയതായിട്ട് പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഉടനെ നമുക്ക്, ഞാനിപ്പോൾ ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത് 2 സ്പൂൺ മല്ലിപ്പൊടിയാണ്. ഈ മല്ലിപ്പൊടി ഇതിനകത്തോട്ട് ചേർക്കുക. 1.5 സ്പൂൺ മുളക് പൊടിയാണ്, ഇതും ഇതിനകത്ത് ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഇതും കൂടിയും ചേർത്ത് നല്ലപോലെ പച്ചമണം ഒന്ന് മാറുന്ന വരെ നമുക്കിത് നല്ലപോലെ ഒന്ന് ഇളക്കാം. ഈ പച്ചമണം മാറിക്കഴിഞ്ഞാൽ ഈ ടൊമാറ്റോ നമ്മൾ മിക്സിക്കകത്ത് അടിച്ച് വെച്ചിരിക്കുന്നത്, ആ ടൊമാറ്റോ ഇതിൻ്റെ കൂടെ ചേർക്കാം. ഇനി ഗ്യാസ് ഒന്ന് സ്ലോ ആക്കി വെക്കാൻ. ടൊമാറ്റോ നല്ലപോലെ ഒന്ന് വെന്ത് കഴിയുമ്പോൾ ചെറുതായിട്ട് ഇതിനകത്ത് ഈ എണ്ണ തെളിയും. അപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് വേണം ഈ കടല ചേർക്കാൻ. ഇപ്പോൾ ഈ മസാലയും ടൊമാറ്റോയും എല്ലാം കൂടി നല്ലൊരു ഗ്രേവി ആയിട്ടുണ്ട്. നമ്മൾ ഈ കടല ചേർക്കുമ്പോൾ ചെറിയതായിട്ട് വെള്ളം ഒഴിച്ച് നമുക്കിതൊന്ന് ഈ മസാല ഒന്ന് ലയിപ്പിച്ചിട്ട് കടല ഇടാതെ, ഈ കടല നമ്മൾ ഒരു 10 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് ഉപ്പിട്ട് ഇത് കുക്കറിൽ നല്ലപോലെ വേവിക്കണം. ഈ കാബൂളി ചന വേകാൻ വേണ്ടി ഒത്തിരി സമയമെടുക്കും. അപ്പോൾ നമ്മൾ നല്ലതുപോലെ കുതിർന്നാൽ മാത്രമേ അത് വേവുള്ളൂ, അല്ലെങ്കിൽ അകം കട്ടിയായിട്ടിരിക്കും. അപ്പോൾ ഈ ഗ്രേവി നമ്മളൊന്ന് മിക്സ് ആക്കാൻ വേണ്ടി ഒരു 1/2 ഗ്ലാസ് വെള്ളം ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പം നമ്മുടെ ഗ്രേവി കണക്കായിട്ടുണ്ട്. ആദ്യം ഉപ്പിട്ട് കടല വേവിച്ചത്, എങ്കിലും ആ ഗ്രേവിക്ക് വേണ്ടി ഞാനൊരു ശകല ഉപ്പും കൂടെ ഇതിനകത്ത് ഇടുകയാണ്. അത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി ഒരു തണ്ട് കരിയാപ്പിലയും കൂടെ നമ്മൾ ഇതിനകത്തിട്ട്, ഇപ്പം നമ്മുടെ കാബൂളി ചന തയ്യാറായിട്ടുണ്ട്. ഇനി ഞാൻ ഇതൊരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റുവാണ്. ഇപ്പം നമ്മുടെ കടലക്കറി കഴിക്കാൻ റെഡി ആയിട്ടുണ്ട്. ചപ്പാത്തിക്കും നാനും ഒക്കെ കൂട്ടാൻ നല്ലൊരു കറിയാണ് ഇത്.